സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന. തനിക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുക്കാത്തതിനാലാണ് കേസിൽ പ്രതികൾക്ക് സ്റ്റേ ലഭിച്ചതെന്നാണ് ഹർഷീനയുടെ പരാതി. 2017 നവംബർ 30 പ്രസവ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം 5 വർഷമാണ് വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി ഹർഷീന വേദന തിന്ന് ജീവിച്ചത്. ഒടുവിൽ കത്രിക പുറത്തെടുക്കുകയും കുറ്റക്കാരായ ഡോക്ടറെയും നഴ്സിനെയും ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തു. ഗുരുതര ചികിത്സാ പിഴവ് കണ്ടെത്തിയിട്ടും ഹർഷീനയ്ക്ക് നീതി ലഭിച്ചിരുന്നില്ല. ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും നീതിക്കായ ഹർഷീനയ്ക്ക് പലതവണ സമരം ഇരിക്കേണ്ടി വന്നു. 5 വർഷം നീണ്ട ചികിത്സയ്ക്ക് തന്നെ ലക്ഷങ്ങളാണ് കുടുംബത്തിന് ചിലവ് വന്നത്. മരണം വരെ തുടർ വേദനകളും ആയിട്ട് ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നേരെ നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. ഇപ്പം എന്ത് തന്നെ വന്നാലും മരണം വരെ പോരാടും. തീർച്ചയായും നീതി ലഭിക്കുന്നത് വരെ ഏതറ്റം വരെ പോകണമെങ്കിലും പോരാടും എന്നുള്ളത് സമരസമിതി തീരുമാനിക്കും. തീർച്ചയായും ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ നടത്തിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. ഇനിയുള്ള നീക്കം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മരണം വരെ നിരാഹാരം ഇരിക്കുക എന്നതാണ്. ചികിത്സയായിട്ട് എന്താ രോഗമെന്ന് അറിയാണ്ട് ചികിത്സയായിട്ട് മുമ്പോട്ട് പോവാണ്. അപ്പൊ നമ്മൾ നിരന്തരം ഓരോ ഹോസ്പിറ്റലുകളായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചെക്കപ്പും റിസൾട്ടും ഒക്കെ ആയിട്ട് ഇത്ര ഒരു ഹോസ്പിറ്റലിൽ കയറിയുള്ള ലക്ഷങ്ങളൊന്നല്ല, ലക്ഷത്തിലും കൂടുതൽ, പിന്നെ അതിലും കൂടുതൽ ഞങ്ങളെ സമയങ്ങളാണ്. സർക്കാർ വാക്കാൽ തരുന്ന ഒരു കൂടെ നിൽക്കൽ മാത്രമായിട്ട് കാര്യം. സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സക്ക് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായില്ല. ലക്ഷങ്ങൾ മുടക്കി ബസ് വാങ്ങാനും ഗസ്റ്റ് ഹൌസ് മോടി പിടിപ്പിക്കാനും സർക്കാർ കാണിക്കുന്ന ജാഗ്രത എന്തുകൊണ്ട് ഹർഷീന എന്ന 3 കുട്ടികളുടെ അമ്മയുടെ കാര്യത്തിൽ ഇല്ലാതെ പോകുന്നു എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ജനം, കോഴിക്കോട്.